CPIയെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കവുമായി CPM. മുഖ്യമന്ത്രിയും LDF കൺവീനറും CPI നേതാക്കളുമായി ആശയവിനിമയം നടത്തും. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റൊരു സമവായം വേണ്ടെന്നാണ് CPIയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, 2 ദിവസമുണ്ട്. 27-നാണ് CPI എക്സിക്യൂട്ടീവ് ചേർന്നൊരു നിലപാട് അത് പരസ്യപ്പെടുത്താൻ പോകുന്നത്. അതിന് മുൻപായുള്ള ഈ ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സമയം CPI അനുനയിപ്പിക്കാനുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ, അതോ മുഖ്യമന്ത്രി ഗൾഫ് സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയാൽ മാത്രമേ അങ്ങനെയുള്ള ചർച്ചകളും ആശയവിനിമയവും ഉണ്ടാവുകയുള്ളൂ? ദിവ്യ, ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് ഇപ്പോഴും CPI തുടരുകയാണ്. അതിനിടയിൽ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനിടയിൽ തന്നെ MV ഗോവിന്ദൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സംസാരിച്ചിരുന്നു, ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ കടുത്ത നിലപാട് തന്നെ CPI ആവർത്തിക്കുകയാണ് ചെയ്തത്. തങ്ങളെ അറിയിക്കാതെ ഇത്തരം നീക്കം എന്തിന് എന്നുള്ളതാണ് CPI അപ്പോൾ ചോദിച്ചത്. ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പ് അത് 2 മന്ത്രിസഭാ യോഗങ്ങളിൽ CPI അറിയിച്ചതാണ്. ആ ഘട്ടത്തിലൊക്കെ ഒരു മുന്നണി യോഗം ചേർന്ന ഒരു അനുനയം ഉണ്ടാക്കിയ ശേഷം മതി തീരുമാനം എന്നുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്ന് ഇവരെ ആരെയും അറിയിക്കാതെയാണ് ഈ തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നത്. അതായത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തങ്ങൾക്കിതിൽ എതിർപ്പുണ്ടോ എന്ന് കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അറിയിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ മുമ്പ് 16-ം തീയതിയാണ് ഈ MOUയിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് തങ്ങളെ ഒന്നും അറിയിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു കളി നടത്തുന്ന രീതിയിലാണ് ഈ MOU ഒപ്പിട്ടത് എന്നുള്ള നിലപാടാണ് CPIക്ക് ഇപ്പോഴും ഉള്ളത്. ഇന്നലെ പരസ്യ പ്രസ്താവനയുമായി ബിനോയ് വിശ്വത്തിന് രംഗത്തെത്തിയതിന് ശേഷമാണ് 16-ം തീയതി തന്നെ ഒപ്പിട്ടിരുന്നു എന്ന വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടെ നൽകുകയും ചെയ്തത്. അതുകൂടി CPIയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രി കൊച്ചിയിൽ തിരിച്ചെത്തുന്നത്. നാളെ കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെ ആയിട്ടാണ് മുഖ്യമന്ത്രിക്ക് പരിപാടിയുള്ളത്. LDF യോഗം ചേരണമെന്ന ആവശ്യം CPI തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ LDF യോഗം ചേരാനായിരിക്കും തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ നാളെ മുഖ്യമന്ത്രി നേരിട്ട് ഒരുപക്ഷെ CPI നേതാക്കളുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ CPI അപമാനിക്കപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടു എന്നൊരു പൊതുവികാരമാണല്ലോ CPIക്കുള്ളിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾക്കിടയിൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ എന്തിനീ ധൃതി? എന്തുകൊണ്ട് ഘടകകക്ഷികളോട് മറച്ചുവെച്ച് ഇങ്ങനെയൊരു തിടുക്കപ്പെട്ട് കരാറിൽ ഒപ്പുവെച്ചു എന്ന ചോദ്യം അവിടെയുണ്ട്. അതിന് തന്നെയായിരിക്കും ഉത്തരം പറയേണ്ടി വരിക. ഇവിടെ ഇപ്പോൾ കടുത്ത നിലപാട് CPIയുടെ എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാതെ മറ്റൊരു വഴിയുമില്ല CPMന് എന്ന ഉറച്ച നിലപാടിലാണോ CPI ഇപ്പോഴും ഉള്ളത്? ദിവ്യ, ഇക്കാര്യത്തിൽ പദ്ധതിയിൽ നിന്ന് ഇനി പിന്മാറാൻ ഉള്ള ഒരു സാധ്യതയുമില്ല. കാരണം പദ്ധതിയിലെ MOU ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇനി സംസ്ഥാന സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയില്ല, അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. പക്ഷേ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചില നിബന്ധനകൾ, ആ നിബന്ധനകൾ ഒന്നും നടപ്പിലാക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനാണ് ഇക്കാര്യത്തിൽ പദ്ധതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കാൻ ഉള്ള ഒരു സാഹചര്യം MOUയുടെ ബൈലോയിൽ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന നിലപാട് ഒരുപക്ഷെ സർക്കാർ എടുക്കും, വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. അതിന്റെ ഭാഗമായി മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനം CPI അറിയിക്കാനാണ് നിലവിൽ ഇപ്പോൾ വിവാദ നിബന്ധനകൾ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന ഉറപ്പിൽ CPI വഴങ്ങുമോ, കീഴടങ്ങുമോ? അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. കാരണം CPI എന്തായാലും കടുത്ത ഏറ്റവും അവസാനത്തെ ഒരു നിലപാടിലേക്ക്, നടപടിയിലേക്കൊന്നും കടന്നിട്ടില്ല. അതാണ് ഇനി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനിക്കും എന്നൊക്കെ പറയുമ്പോഴും 2 ദിവസത്തെ സമയം CPMന് അനുവദിക്കുന്നുണ്ട് CPI. കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാൻ ആയ സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടപടിയോ, അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൽ സമയത്ത് കണ്ടതുപോലെ തോമസ് കെ തോമസിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ടതുപോലെയുള്ള മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് ഒന്നും CPI പോകാൻ ആലോചിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എതിർപ്പ് ഇങ്ങനെ പരസ്യമായി തന്നെ ഉന്നയിക്കുന്നത് അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന നിലയിലാകും എന്നുള്ള ഒരു അഭിപ്രായം CPMനുണ്ട്. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ CPM സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയത് മുന്നണിയെ CPIയെ പ്രത്യേകിച്ച് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമായിരുന്നു, ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അവരുമായി ആലോചിച്ച് തന്നെ പോകണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
പക്ഷേ ഈ പണം ഒഴിവാക്കാൻ കഴിയില്ല, SSK ഉൾപ്പെടെ ലഭിക്കേണ്ട പണം ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് അപ്പോഴും CPM ആവർത്തിക്കുകയാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, പക്ഷേ അതിലെ നിബന്ധനകൾ, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അത് നടപ്പിലാക്കില്ല എന്ന് അറിയിക്കുക, അത് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളത് ഫോർമുലയായിരിക്കും ഒരുപക്ഷെ CPIക്ക് മുഖ്യമന്ത്രി തന്നെ നൽകാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും CPI വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തിന് തങ്ങളെയോ മുന്നണിയെയോ അറിയിക്കാതെ ഇങ്ങനെയൊരു MOUയിൽ ഒപ്പിട്ടു എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അതിന് CPMന് മറുപടി നൽകാൻ എന്ത് മറുപടിയാണ് ഉള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് നിലവിൽ എന്തായാലും MV ഗോവിന്ദനോ ഒപ്പം തന്നെ V ശിവൻകുട്ടിയോ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി CPIക്ക് നൽകിയിട്ടില്ല. അവർ നൽകിയ മറുപടിയിൽ ഒന്നും CPI തൃപ്തരമല്ല. ഇനി എല്ലാം ഉള്ളത് മുഖ്യമന്ത്രിയുടെ കോട്ടിലാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടട്ടെ എന്നുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി തന്നെ CPIയുമായി ചർച്ച നടത്തട്ടെ, ഒരു അനുനയ നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അല്ലാതെ നേതാക്കളും ഒക്കെ എത്തിയിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം ചർച്ചയാകാമെന്നുള്ളത് ഇന്നലെ MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി മുഖ്യമന്ത്രി എത്തുകയും നേരിട്ട് ഒരു ആശയവിനിമയം നടത്തുകയും ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് ഉൾപ്പെടെ കടക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിൽ CPIയെ ഭരിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിലിപ്പോൾ CPM ആലോചിക്കുന്നത്. സ്കൂളുകളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ കൈമാറില്ല എന്നുകൂടി അറിയുന്നത്. ഈ LDFലെ ഭിന്നത പരിഹരിച്ച ശേഷം മതി തുടർ നടപടികൾ എന്നാണോ തീരുമാനിച്ചിട്ടുള്ളത്? ദിവ്യ, നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് അത്. അതിൽ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നിലവിൽ എന്തായാലും CPIയുടെ കടുത്ത എതിർപ്പിനിടയിലും ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ഈ ഒപ്പിട്ടു എന്നതിനപ്പുറത്തേക്കുള്ള മറ്റൊരു നടപടിയിലേക്ക് പോകണ്ട, മറിച്ച് SSK ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള പ്രപ്പോസൽ ഉൾപ്പെടെ നിലവിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി V ശിവൻകുട്ടി നമ്മുടെ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. SSKക്കായിട്ടുള്ള പ്രപ്പോസൽ നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പണം എപ്പോൾ ലഭിക്കും എന്ന് പറയാൻ കഴിയില്ല, അത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. നേരത്തെ കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും വ്യക്തമാക്കിയത് എപ്പോഴാണോ PM ശ്രീയിൽ ഒപ്പിടുന്നത് അതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഫണ്ട് പാസ്സാക്കുമെന്നായിരുന്നു. പക്ഷേ ഒപ്പിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കണക്ക് പ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ 16-ാം തീയതിയാണ് ഒപ്പിട്ടത് എന്നുള്ളതാണ്, എക്സിക്യൂട്ട് ചെയ്തത് 16-ാം തീയതിയാണ് എന്നുള്ളതാണ് സൈൻ ചെയ്ത MOയിൽ വ്യക്തമാകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഒപ്പിട്ടു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 ദിവസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും കേന്ദ്ര സർക്കാരിൽ നിന്ന് SSKയുടെ ഭാഗമായി ലഭിക്കാനുള്ള ഫണ്ട് ലഭിച്ചിട്ടില്ല. 971 കോടി രൂപയുടെ എത്രയാണ് വിജിൻ കേരളത്തിൽ കിട്ടാനുള്ളത്? ഏതാണ്ട് 1000 കോടിയോളം അല്ലേ? ആകെ ലഭിക്കേണ്ടത് 1466 കോടി രൂപയാണ്. അത് വിവിധ പദ്ധതികൾക്കായി ലഭിക്കേണ്ടതാണ്. ഇതിൽ ആദ്യ ഗഡു എന്നുള്ള നിലയിൽ SSKക്ക് ലഭിക്കേണ്ടത് 971 കോടി രൂപയാണ്. അതിന്റെ പ്രപ്പോസലാണ് ഇന്ന് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ തന്നെ അത് സമർപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ നൽകിയ വാർത്തയിൽ ഇന്ന് തന്നെ SSK ഫണ്ടിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള നടപടികളൊക്കെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി ഒപ്പിട്ട പ്രപ്പോസൽ അത് വീണ്ടും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെയും പലതവണ ആ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈ PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായി ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. പലതവണ കഴിഞ്ഞ 2 വർഷമായി പലതവണയാണ് ഇത്തരം പ്രപ്പോസലുകൾ വിദ്യാഭ്യാസ മന്ത്രാലയം കേന്ദ്ര മന്ത്രാലയത്തിന് നൽകിയത്. പക്ഷേ ആ ഘട്ടത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് PM ശ്രീയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന കാരണം കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കേരളം ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഫണ്ട് ലഭിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം CPIയോട് ഉൾപ്പെടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകാനുള്ള ഒരു കച്ചിത്തുരുമ്പായി അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതാ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം ഫണ്ട് ലഭ്യമായിരിക്കുന്നു. ഇനി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തങ്ങൾക്ക് ആലോചിക്കാം. അത് അത്തരം PM ശ്രീ പദ്ധതിയിലെ നിബന്ധനകൾ അതൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ കേന്ദ്രത്തിന് തന്നെ 30 ദിവസത്തെ നോട്ടീസ് നൽകി ആ പദ്ധതിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ന്യായീകരണം വാദമുയർത്തി CPIക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ തന്ത്രപരമായ സമീപനം അല്ലെങ്കിൽ നീക്കം?
ഇവ തീർച്ചയായും അത് തന്നെയാണ്. അതായത് തന്ത്രപരമായ നീക്കം എന്ന് പറയുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് BJP ഉദ്ദേശിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആ സർക്കാർ വന്നിരിക്കുന്നു എന്ന രാഷ്ട്രീയ വിജയം നേടുക എന്നുള്ളതാണ്. കാരണം PMC പദ്ധതി അടുത്ത വർഷം 2027 മാർച്ച് മാസത്തോടെ അവസാനിക്കും. 5 വർഷത്തെ കാലാവധി അവസാനിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ഈ കേരളത്തിൽ അങ്ങനെ ഒരു PMC പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കണമെങ്കിൽ തന്നെ പ്രപ്പോസൽ ക്ഷണിക്കണം, ഒപ്പം തന്നെ അതിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ആരംഭിക്കണം. അതിനുശേഷം അത് ക്രോഡീകരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. അതിനൊക്കെ ഈ സർക്കാരിന്റെ കാലം പോലും തികയാതെ വരും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തന്ത്രപരമായ നീക്കമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേന്ദ്രത്തിന് വിജയിച്ചു എന്ന് അഭിപ്രായപ്പെടാനും ഒപ്പം തന്നെ കേരളത്തിലെ സർക്കാരിന് അത് തന്ത്രപരമായ നീക്കമെന്ന് അവകാശപ്പെടാനും കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ MOUയിൽ സൈൻ ചെയ്തത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പണം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. പണം കിട്ടിയില്ലെങ്കിൽ ആ തന്ത്രപരമായ നീക്കം പാളി എന്ന് വേണമെങ്കിൽ CPIക്ക് അത്തരം ഒരു വാദം ഉയർത്താൻ കഴിയും.